അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വെളുപ്പിനെ ഞാൻ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് വെളുപ്പിനെ വീണ്ടും നിരവധി മെസ്സേജുകൾ, അത് ഭീഷണിയുടെ സ്വരത്തിലാണ്. നിഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം ഇളകും, മലപ്പുറത്തെ പിള്ളേരെ നിനക്കറിയത്തില്ല, STP നിന്നെ തീർക്കും. അങ്ങനെ ഭീഷണികളെന്ന് പറഞ്ഞാൽ വധഭീഷണികളും അല്ലാത്ത ഭീഷണികളും. നിൻ്റെയും വണ്ടി അടിച്ചു തകർക്കും, നീയും സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ മലപ്പുറത്തെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു കലാപം ജസ്റ്റ് ഒന്ന് മിസ്സായത്. അമ്മാതിരി പരിപാടിയില്ല ഇവിടെ നടക്കുന്നത്. ഞാൻ ഓൾറെഡി മലപ്പുറത്ത് ജനിച്ച് വളർന്നതായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം കറക്റ്റായിട്ട് അറിയാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കൂടുതൽ ആലോചിക്കൊന്നുമില്ല. ഒറ്റ മൈൻഡാണ്, ഒറ്റ ബുദ്ധിയാണ്, ഇറങ്ങി തിരിക്കും. എന്തൊക്കെ വന്നാലും ഇപ്പം നിങ്ങളുടെ കൂടെ ആരില്ലെങ്കിൽ പോലും നാട്ടുകാരൊപ്പം നിൽക്കും. അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളാണ് ഇവിടെ ഉള്ള ആളുകൾ. ഞാൻ പറയാൻ വന്നത്, ഇപ്പം ഈ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അഖിൽ മാരാർ പാലസ്തീൻ വിഷയത്തിൽ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിഷാൻ വേറെ വീഡിയോ ഇട്ടിട്ട്, ഓക്കെ, അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടിട്ടാണ് ഇത് കൂടുതൽ വൈറലായത് ഈ പരിപാടി. അതിൻ്റെ ഇടയിൽ കൂടെ ഷാജഹാൻ കയറി മേഞ്ഞ്. ഇപ്പോൾ നിഷാൻ, ഷാജഹാൻ, അഖിൽ മാരാർ, ഇത് ഇമാതിരി വിഷയങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ലോക്കൽ വിഷയങ്ങളാണ്. ബട്ട് ഇതിൻ്റെ വ്യാപ്തി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മേലെയാണ് സംഭവം. അത് യൂട്യൂബിൽ തന്നെ തീരുവാണെങ്കിൽ തീർന്നു, അങ്ങനെ തീരായിരുന്നു. ബട്ട് ഇത് അതിനുശേഷം രാത്രി നിഷാനും അവൻ്റെ ഫാമിലി പോകുന്ന സമയത്ത് ആരോ വന്ന് 2 പേര് ഒരു പൾസർ വണ്ടിയിലൊക്കെ വന്ന് കാറിൻ്റെ ഹെഡ്ലൈറ്റ് തല്ലി പൊട്ടിച്ച്. ഇതാണ് മെയിൻ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷമുള്ളൊരു വീഡിയോ എന്താ നിങ്ങൾ കണ്ടു നോക്ക്. എല്ലാവരും കണ്ടുണ്ടാവും, ജസ്റ്റ് ഒന്നുകൂടെ കണ്ടു നോക്ക്. ഞാനും അനിയത്തിയോടും ഉമ്മാനെ വീട്ടിൽ പോയിരുന്നു, മേലാറ്റിയുടെ വീട്. ഒരു ബൈക്കുമ്പോൾ 2 ആൾക്കാർ ഓവർടേക്ക് ചെയ്താണ് കയറിയാണ്ട് കൈ കാണിച്ച്. ഈ കൈ കാണിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു പിന്നെ അറിയണ ആരെങ്കിലും ആവുന്നില്ല സംഭവത്തിൽ ഞാൻ സൈഡാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിലെടുത്ത് ഇറങ്ങിയാണ്ട് പിന്നെ എന്തോ വണ്ടിമേ അടിച്ച് പൊട്ടിച്ചത് കണ്ട്. ഞാൻ എന്റെ വണ്ടിയിലെ ഉമ്മയും അനിയത്തിയൊക്കെ ഉണ്ടായി. അനിയത്തിയൊക്കെ പേടിച്ച് അവളെ കരച്ചിലും അങ്ങനെ ആ ഒരു ഇത് അനിയത്തി പേടിച്ച് നല്ല പേടി പേടിച്ചു. അപ്പൊ ഞാൻ ഇതെടുത്താണ് വണ്ടി ഓലെ ബാക്കിൽ പോകാൻ നോക്കി. എല്ലാം പറഞ്ഞു വേണ്ട പെരിക്കൂട്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്തിനാ ചെയ്തൊന്നും ആരും ചെയ്തൊന്നും ഒന്നും നമുക്ക് ഇതുവരെ അറിയില്ല. പിന്നെന്താ വെച്ചാൽ വെറുതെ പിന്നെ കമന്റ് ബോക്സിൽ വെറുതെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുന്നുണ്ട്. അതൊന്നും ആവശ്യമില്ല. നമുക്ക് ആരാന്നുള്ളത് അതെന്തായാലും തെളിയിക്കുക ചെയ്യും. തെളിയിച്ചിട്ട് ഒരാളെ പറഞ്ഞാൽ മതി. നമ്മൾ ഒരിക്കലും ഒരു മതത്തിൽ അല്ലെങ്കിൽ വേറെ ആളെ വ്യക്തിപരമായിട്ട് ഒരാളെ ഒരിക്കലും നമ്മളിപ്പോ ഒന്നും ചെയ്യരുത്. നമുക്ക് പറയാനുള്ള എന്താ ഈ ചെയ്തത് ആരാണെങ്കിലും എന്താ നിങ്ങള് ഫുള്ള് വണ്ടി മൊത്തം അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊന്നുകൂടെ അതിലാറും എന്തെങ്കിലും ആയിരുന്നു നിങ്ങൾക്ക്. ഇത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും ഓനെ നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുപോകും. ആര് കൊന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും, അത് ഉറപ്പാണ്. നേരെ പോവാ CCTV എടുക്കുക. CCTV എടുത്താൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടും. വെറുതെ പരിഹരിച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്ത് കാര്യങ്ങള് കൂടെ ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഷാജഹാനത് ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ഇടപെട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയതും എഡിറ്റ് ചെയ്തതും അഭിനയിച്ചതും എല്ലാം മൂപ്പര് തന്നെയാണ്. എന്താ അതിൻ്റെ കാര്യം എന്നറിയില്ല. നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, വീഡിയോ ഉണ്ടായിക്കോ. ബട്ട് അതൊരു ജനത്തിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ മോശമാക്കിയിട്ട് ബാധിച്ചുകൊണ്ട് ആവരുത് അത്. അപ്പോൾ ഇനി ആരാണെങ്കിലും പുതിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, നല്ല കാര്യമാണ്. നമ്മുടെ നാടിന് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക, അത് പരിഹരിക്കുക. സോഷ്യൽ മീഡിയ ഇപ്പോൾ അത്രയും ആക്റ്റീവാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും മതം, ജാതി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് ആളുകളിൽ വെറുപ്പുണ്ടാക്കരുത്. അപ്പോൾ ഇനി ഈ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഓക്കെ, ഇതിപ്പോൾ ഷാജഹാൻ പറഞ്ഞാൽ പിടിക്കും പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആളെ കിട്ടി. എന്നിട്ട് ആളെ പിടിച്ചപ്പോൾ ആളെ ഫേസോ അല്ലെങ്കിൽ ഒരു കാര്യമോ പുറത്തു വിടാൻ പറ്റില്ല. എന്താ ഫാമിലിയിൽ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇവരത് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത് ചെയ്തു. അപ്പോൾ മിക്ക ആളുകളും കമൻറ്റ് ബോക്സിൽ അഖിൽ മാരാറിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ, ഈവൺ ഗൾഫിൽ പോലും. ഈ നിഷാൻ എന്ന് പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു
ഒരു പൽക്കുപ്പി പയ്യനാണ്. കാരണം എല്ലാ കാര്യത്തിനും അവന് ഉപ്പാനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ. ഉപ്പ ഗൾഫിലാണ്. അപ്പോൾ അങ്ങേര് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവനെ ഇവിടെ കിടന്ന് നാളം കെടുത്താനാണ് നോക്കുമ്പോൾ സങ്കടം. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. പിന്നെ അങ്ങേരും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ നാടകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിന് മൂപ്പര് കഴിഞ്ഞ് മനഃപൂർവ്വം ഭാഗമായതാണോ അതോ ഇവരും ഇങ്ങനെ പറ്റിച്ചാണെന്ന് അറിയില്ല. മിക്കവാറും പറ്റിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിഷാൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ രാത്രി എൻ്റെ ഫാമിലി യാത്ര ചെയ്യുമ്പോൾ കാറിൻ്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു, ഹെഡ്ലൈറ്റ് അടിച്ചു പൊട്ടിച്ചു എന്നാണ് പ്രശ്നം ഉണ്ടായത്. ആ വീഡിയോ ഒക്കെ വന്ന് ആ സമയത്ത് അഖിൽമാരാർ ഇവിടെ കണ്ണൂർ എവിടെയോ എയർപോർട്ടിലെന്തോ നിൽക്കുവാണ്. അങ്ങനെ പുള്ളിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുവാണ്, തീർക്കും, SDP തീർക്കും, എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ്, മലപ്പുറത്തെ ആൾക്കാരെ നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടോക്കും കമൻറ്റും അതേപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ഓക്കെ, ഈവൻ അത് അഖിൽമാരാറിനെ കുറച്ച് പക്വതയുള്ള ആളായതുകൊണ്ട് ഓക്കെ. നേരെ മറിച്ച് അതും ചെറിയൊരു പയ്യനാണെങ്കിൽ ഓക്കെ, അതൊരു ABVP അല്ലെങ്കിൽ ഒരു RSO ചെറിയൊരു ബന്ധമുള്ള അല്ലെങ്കിൽ ഒരു അപക്വമായിട്ടുള്ളൊരു പയ്യനാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു എഫക്റ്റ് ആയിരിക്കില്ല അത് പിന്നെ വരിക. കേരളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, പിന്നെ അങ്ങനെ പൊക്കോളും. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ ജാതി മതത്തിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അമ്മയെ തല്ലിയ രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കും. രണ്ട് സൈഡ് നിന്നിട്ട് യുദ്ധമായിരിക്കും. പിന്നെ അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മേലെ പ്രശ്നങ്ങളാണ് ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോണത്. നമുക്കത് പിടിച്ചാൽ ചിലപ്പോൾ പിടിച്ച് നിർത്താൻ പറ്റൂല. ഓക്കെ, അത് കഴിഞ്ഞിപ്പോൾ ഷാജഹാനും ഇവർ ഒക്കെ പിന്നെ വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അതാണ് കോമഡി. അത് ജസ്റ്റ് മാപ്പുറത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആൾ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാനായി അവസ്ഥയൊക്കെ. എന്തായാലും വളരെ മോശമായി. ഇത് മലപ്പുറത്തിനെയാണ് ഇത് മോശമായിട്ട് ബാധിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തുകാർ ഇങ്ങനെയല്ല. ഓക്കെ, ഇവിടുത്തെ ആളുകൾ ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. നല്ല മനസ്സുള്ള ആളുകളാണ്. ദയവേത് ഇപ്പം ഈ മലപ്പുറം ജില്ലയിൽ ആരൊക്കെയാണ് ഏറ്റവും മോശമായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഇനി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഇപ്പം പാണ്ടിക്കാടാണെങ്കിലും മഞ്ചേരി ആണെങ്കിലും മേലാറ്റൂരാണെങ്കിലും എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഇവിടെ ഒന്നും ജാതിയുടെയോ മതത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളായിട്ടിനി ഉണ്ടാക്കി തരരുത് ദയവായിട്ട്. കണ്ടൻറ് ഇല്ല എങ്കിൽ വേറെ രീതിയിൽ കണ്ടൻറ് പിടിക്കുക. നിങ്ങൾ ജാതി മതം വിട്ട് എന്ത് വേണമെങ്കിലും ഐഡി കൂടുക. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ തൊപ്പിയും ഷാജഹാനും തമ്മിൽ പ്രശ്നം ഉണ്ടായി, അങ്ങനെ ഉണ്ടാക്കി കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് മതം അല്ലെങ്കിൽ പാലസ്തീന് യുദ്ധകാര്യങ്ങൾ അതൊന്നും കൊണ്ടൊന്നും ഇടരുത്. ഇതൊക്കെ ആളുകൾ വികാരപരിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് ഭയങ്കര പ്രശ്നമാണത് പലപ്പോഴും. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇത് ആരും കാണുന്നില്ല, അത് ആരും ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ വെറും തെറ്റാണ്, മണ്ടത്തരമാണ്. ഇതൊക്കെ ആളുകളുടെ ഉള്ളിലുണ്ട്. ഇനിയിപ്പോൾ നിഷാനൊന്നും ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതൊരു നാടകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരനെ പ്രതികരിച്ചോളും. അങ്ങനെയുള്ളൊരു നാട്ടുകാരാണ് മലപ്പുറത്തുകാർ. പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പുള്ളിയുടെ അവൻ്റെ ഉപ്പാക്ക് പോലും ഈ പ്രശ്നങ്ങളൊക്കെ വരും. ഇത് ആളുകൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ മേലെ പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അങ്ങനെ ഏറ്റെടുത്ത് കൊണ്ടുനടക്കാനോ അല്ലെങ്കിൽ പാടില്ല ശരിക്കും. എന്തിനൊരു ചതിയിൽ വഞ്ചനയില്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് സംഭവം. കള്ളത്തരം കാണിക്കേണ്ടല്ലോ, പക്ഷെ അതിനൊരു മാന്യത വേണം. അതൊരു ലിമിറ്റ് വേണം എല്ലാത്തിനും. അതെല്ലാം കഴിഞ്ഞും പിന്നെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കാര്യമാണത്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത് ഈ മലപ്പുറംകാരെയാണ്. ആളുകൾ വിചാരിക്കും മലപ്പുറത്തുള്ള ആളുകൾ ഇങ്ങനെയാണെന്ന്. ദയവേത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടുകാർ ചെലവിനൊന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ദയവേത് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടല്ലേ. ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ മേലെ പ്രശ്നങ്ങളായിട്ട് മാറും.